ഹായ് ഗായ്സ്, എല്ലാവർക്കും മാമി സാമി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ എല്ലാ വീഡിയോസിലും മിക്ക വീഡിയോസിലും എൻ്റെ ഇവിടുത്തെ പെറ്റിനെ കുറിച്ച് പെറ്റിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പെറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ്. ഒന്നുമില്ല, അവള് കളിക്കുന്നതും അങ്ങനെയുള്ള പെറ്റ് ആരാന്ന് നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ക്യാറ്റാണ്. അവളെ ഞാൻ നോറ എന്നാണ് വിളിക്കാറ്. അപ്പം അവളെ ഞങ്ങളെ കയ്യിൽ കിട്ടിയത് മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ചെറിയൊരു വീഡിയോ ആണ്. കാണാം, ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഇവിടെ ഒരു 2.5 മാസം ഉള്ളപ്പോഴാണ് ഞങ്ങളെ കയ്യിലെത്തുന്നത്. ഇപ്പം മൂപ്പർക്ക് 2.5 വയസ്സായി. അപ്പം എന്താ പറയുക, അതിൻ്റെ ഇടയിൽ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞു. അതിന് നിർഭാഗ്യവശാൽ ഒരു ബേബിയെ കിട്ടിയിട്ടുള്ളൂ. ഇപ്പം രണ്ടാമതും മൂപ്പര് പ്രഗ്നൻ്റ് ആണ്. അപ്പം അതിൻ്റെ ഒരു സംതിങ് ഒക്കെ ഉണ്ട്, ഒരു അസ്വസ്ഥത, ഒരു ക്ഷീണം, അതൊക്കെ ഉണ്ട് മൂപ്പർക്ക്. 2.5 മാസത്തിൽ ഞങ്ങളുടെ കയ്യിൽ ഇയാൾ എത്തിയത് കൊണ്ട് തന്നെ നല്ല ഇണക്കമുള്ള ഒരു ആളായി മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന് ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെതായ സ്ഥാനത്ത് മാത്രമേ അത് ചെയ്യാറുള്ളൂ. പിന്നെ ഫുഡിൻ്റെ ഒരു ബോട്ടിലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും മൂപ്പര് എവിടെയാണെങ്കിലും ഓടിയെത്തും. പിന്നെ അതുപോലെ തന്നെ ആ ഫുഡ് വെക്കുന്ന ആ പാത്രം വെക്കുന്ന സ്ഥലം മൂപ്പർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവിടേക്ക് ഓടിക്കയറി ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാൻ കഴിയും. ശരിക്കും അത് കാണുമ്പോൾ ശരിക്കും ചിരി വരാറാണ് പതിവ്. പിന്നെ ഞാൻ കൊടുക്കാറ് ഇതിൻ്റെ ഫുഡ് എന്ന് പറയുന്നത്, അതിൻ്റെ ഫുഡ് മിയോ വാങ്ങും, ചിലപ്പോൾ വിസ്കാസ് അങ്ങനെയുള്ള കമ്പനിയുള്ള കാറ്റ് ഫുഡ് തന്നെ വാങ്ങാറ്. പിന്നെ ചിക്കന് കൊടുക്കും, ബീഫ് കൊടുക്കും, അങ്ങനെ എല്ലാ ഐറ്റം മാറി മാറിയിട്ടാണ് ഞാൻ കൊടുക്കാറ്. അതവർ കഴിക്കാറുണ്ട്. പിന്നെ ഇവളുടെ ഒരു കുറുമ്പ് എന്ന് പറയുന്നത് വാഷ് ബേസിൽ കയറി ഇരിക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും ഒരു അറപ്പുള്ള ഒരു സംഭവം ആയതുകൊണ്ട് പിറ്റത്തെ ദിവസം കുളിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തും. ഇത് മാത്രമാണ് അവളെ എനിക്കിഷ്ടമില്ലാത്തൊരു സംഭവം.
ഈ ഒരു സമയം എന്ന് പറയുന്നത് മൂപ്പര് ഹീറ്റായ ഒരു സമയത്തുള്ള വീഡിയോ ആണ് ഞാനിത് എടുത്തത്. ഞാൻ പറഞ്ഞല്ലോ ഒരു ബേബി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഫസ്റ്റ് ഡെലിവറീൻ്റെ സമയത്ത് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. ഈ ഒരു സമയത്ത് ക്യാറ്റ് ഭയങ്കര കരച്ചിലും അങ്ങനെ നിലത്ത് കിടന്നു അങ്ങനെ ഉരുണ്ട് കളിക്കലൊക്കെയാണ് പതിവ്. പിന്നെ ഞാൻ ഫസ്റ്റത്തെ ക്രോസ് ചെയ്യിപ്പിച്ചത് പുറത്തുനിന്നൊരു ക്യാറ്റിനെ കൂടി കൊണ്ടുവന്നിട്ടാണ്. അപ്പം അതിലൊരു ബേബി ഉണ്ട്, അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. നോറനെ പോലെ തന്നെ വൈറ്റ് കളർ ബേബി ഡോൾ ഫേസ് തന്നെയാണ്. ഞാൻ ക്രോസ് ചെയ്യിപ്പിച്ചത് സെമി പഞ്ചാണെങ്കിലും നമുക്ക് ബേബിയെ കിട്ടിയത് ഈ ഒരു ഡോൾ ഫേസ് തന്നെയാണ്. ഒരു ക്യാറ്റാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്യാറ്റിനൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും കൃത്യമായിട്ടുള്ള വാക്സിനും കാര്യങ്ങളും തന്നെ എടുക്കണം. 3 മാസം ആകുമ്പോൾ ഫസ്റ്റ് വാക്സിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് അത് നോക്കേണ്ടത്. പിന്നെ ബേബീസിന് കിട്ടിയ പാടെ ഈ ഒരു ബേബീൻ്റെ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് ഒരു 2 വീക്ക് കൊണ്ട് അത് ആ മെഡിസിൻ കൊടുത്തപ്പോൾ ഒരു മെഡിസിൻ കൊടുത്തു. അത് തന്നെ അത് നിങ്ങൾക്ക് ഈ പിക്കിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. അത് റെഡി ആയിട്ടുണ്ട്. സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ക്യാറ്റാണെങ്കിൽ 8 മന്ത് ആകുമ്പോഴേക്കും അവർ ഹീറ്റ് ആവാൻ തുടങ്ങും. അതിൻ്റെ ഒരു സിംറ്റംസൊക്കെ കാണിച്ചു തുടങ്ങും. എൻ്റേത് കൃത്യമായിട്ട് 8 മന്ത് ആയപ്പോൾ തന്നെ സിംറ്റംസൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതാണ്. എൻ്റെ പെറ്റിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.